സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത് ഭരണഘടനയിൽ നിന്നുമുള്ള ഒരു മോക്ക് ടെസ്റ്റ് ആണ്. PSC ബുള്ളറ്റിനിൽ തന്നിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ടെസ്റ്റാണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം: ഇന്ത്യയുടെ മൗലിക അവകാശങ്ങൾ ഇതര വികസിത രാജ്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായി പൂർണ്ണമല്ലാതെ നിൽക്കുന്നത് ഡാഷിന് വിധേയമായത് കൊണ്ടാണ്. എന്താണ് ഉത്തരം വരുന്നത്? ന്യായമായ നിയന്ത്രണങ്ങൾക്ക് വിധേയമായത് കൊണ്ടാണ്. ഇന്ത്യയുടെ മൗലിക അവകാശങ്ങൾ ഇതര വികസിത രാജ്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായി പൂർണ്ണമല്ലാതെ നിൽക്കുന്നത് ന്യായമായ നിയന്ത്രണങ്ങൾ അല്ലെങ്കിൽ റീസണബിൾ റെസ്ട്രിക്ഷൻസിന് വിധേയമായത് കൊണ്ടാണ്. അടുത്ത ചോദ്യം: മൗലിക അവകാശങ്ങളെ ഒരു നിയമനിർമ്മാണം കൊണ്ട് എടുത്ത് കളയാവുന്നതാണ്. ഇത് ശരിയാണോ? പറഞ്ഞിരിക്കുന്നത് മൗലിക അവകാശങ്ങളെ ഒരു നിയമനിർമ്മാണം കൊണ്ട് എടുത്തു കളയാവുന്നതാണ്. ഇത് ശരിയാണോ എന്നതാണ്. എന്താണ്? ഇത് ശരിയല്ല, ഇത് തെറ്റാണ്. അടുത്ത ചോദ്യം: SC/ST വിഭാഗങ്ങൾക്ക് ഉദ്യോഗ കയറ്റത്തിൽ സംവരണം എന്നത് അനുച്ഛേദം 16(4) പ്രകാരം അനുവദിക്കാവുന്നതല്ല. ഈ പ്രസ്താവന എന്താണ്? തെറ്റാണ്. ഈ പ്രസ്താവന തെറ്റാണ്. അടുത്ത ചോദ്യം: ദേശീയ അടിയന്തരാവസ്ഥയുടെ 50-ാം വർഷം 2025 ആണ്. 2025. താഴെ പറയുന്നവയിൽ ഏതാണ് റിട്ട് അല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് തന്നിരിക്കുന്നത് പ്രോഹിബിഷൻ, മാൻഡമസ്, കോവറാണ്ടോ, ഇൻജങ്ഷൻ എന്നിവയാണ്. ഇതിൽ റിട്ട് അല്ലാത്തത് ഏതാണ്? ഇൻജങ്ഷൻ ആണ്. പ്രോഹിബിഷൻ റിട്ടാണ്, മാൻഡമസ് റിട്ടാണ്, കോവാറന്റോ റിട്ടാണ്. അടുത്ത ചോദ്യം: ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കർത്തവ്യങ്ങൾ ഉൾച്ചേർക്കപ്പെട്ടത് ആരുടെ ശുപാർശ പ്രകാരമാണ്? മൗലിക കർത്തവ്യങ്ങൾ ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചത് ആരുടെ ശുപാർശ പ്രകാരമാണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. സ്വരൺ സിംഗ് കമ്മിറ്റിയാണ്. സ്വരൺ സിംഗ് കമ്മിറ്റി. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കർത്തവ്യങ്ങൾ ഉൾച്ചേർക്കപ്പെട്ടത് സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ്. അടുത്ത ചോദ്യം: താഴെ പറയുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ഫെഡറൽ സവിശേഷത അല്ലാത്തത് തന്നിരിക്കുന്നത് സ്വതന്ത്ര ജുഡീഷ്യറി, ഒറ്റ പൗരത്വം, ഭരണഘടനയുടെ മേൽക്കോയ്മ, ബൈക്യാമറൽ നിയമസഭ. ഇതിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ഫെഡറൽ സവിശേഷത അല്ലാത്തത് ഓപ്ഷൻ ബി ആണ്, ഒറ്റ പൗരത്വം. ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളിൽ ചിലതൊഴികെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടാൽ സസ്പെൻഡ് ചെയ്യപ്പെടും. ഈ പ്രസ്താവന എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളിൽ ചിലതൊഴികെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടാൽ സസ്പെൻഡ് ചെയ്യപ്പെടും. ഈ പ്രസ്താവന ശരിയാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. ശരിയാണ്. മൗലിക അവകാശങ്ങൾ വിവരിക്കുന്നത് ഭരണഘടനയുടെ ഭാഗം ഡാഷിൽ ആണ്. മൗലിക അവകാശങ്ങൾ വിവരിക്കുന്നത് ഭരണഘടനയുടെ ഭാഗം 3-ലാണ്. 3 മൗലിക അവകാശങ്ങൾ എല്ലാം ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രം ലഭിക്കുന്നതാണ്. ഈ പ്രസ്താവന എന്താണ്? ഈ പ്രസ്താവന തെറ്റാണ്. മൗലിക അവകാശങ്ങളെല്ലാം ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രം ലഭിക്കുന്നതാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് തെറ്റാണ്. അനുച്ഛേദം 32(1) പ്രകാരം മൗലിക അവകാശങ്ങൾ നടപ്പിലാക്കാൻ സമീപിക്കേണ്ടത് ഡാഷ് കോടതിയിലാണ്. സുപ്രീം കോടതിയിലാണ്. അനുച്ഛേദം 32(1) പ്രകാരം മൗലിക അവകാശങ്ങൾ നടപ്പിലാക്കാൻ സമീപിക്കേണ്ടത് സുപ്രീം കോടതിയിലാണ്. ഒരു ഉദ്യോഗസ്ഥനെ അയാൾ ചെയ്യേണ്ടുന്ന ഒരു ജോലി ചെയ്യാനോ ചെയ്യരുതാത്തൊരു കാര്യം ചെയ്യരുതെന്നോ നിർദ്ദേശിക്കുന്ന റിട്ട്. ഓപ്ഷൻ എ ആണ് ഉത്തരം. മാൻഡമസ് ആണ്. മാൻഡമസ്. അടുത്ത ചോദ്യം: ഇന്ത്യൻ ഭരണഘടനയുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതിയാണ്. സുപ്രീം കോടതി. ഇന്ത്യൻ ഭരണഘടന പ്രകാരം
താഴെ പറയുന്നവയിൽ രാജ്യഭരണത്തിൽ മൗലികമായിട്ടുള്ളത് തന്നിരിക്കുന്നത് മൗലിക അവകാശങ്ങൾ, മൗലിക കർത്തവ്യങ്ങൾ, നിർദ്ദേശക തത്വങ്ങൾ, മൗലിക അവകാശങ്ങളും മൗലിക കടമകളും. ഓപ്ഷൻ സി ആണ് ഉത്തരം, നിർദ്ദേശക തത്വങ്ങളാണ്. 14ാമത്തെ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി, നിർദ്ദേശക തത്വങ്ങൾ. അടുത്ത ചോദ്യം, 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം ലഭ്യമാക്കേണ്ടത് മാതാപിതാക്കളുടെ മൗലിക കർത്തവ്യമായി ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾച്ചേർത്തത് 2002 86 ഭേദഗതി നിയമപ്രകാരമാണ്. 2002 86 ഭേദഗതി നിയമപ്രകാരമാണ്. ഇന്ത്യയുടെ ദേശീയ പതാകയുടെ ഡിസൈൻ ഔദ്യോഗികമായി ഭരണഘടന നിർമ്മാണ സഭ സ്വീകരിച്ചത്. ഇന്ത്യയുടെ ദേശീയ പതാകയുടെ ഡിസൈൻ ഔദ്യോഗികമായിട്ട് ഭരണഘടന നിർമ്മാണ സഭ സ്വീകരിച്ചത് 22/7/1947 ആണ്. 22 ജൂലൈ 1947. ഇന്ത്യൻ ദേശീയ പതാകയുടെ നീളം വീതി അനുപാതം. ഇന്ത്യൻ ദേശീയ പതാകയുടെ നീളം വീതി അനുപാതം എത്രയാണ് വരുന്നത്? 3:2 ആണ്. ഏറ്റവും ശരിയായിട്ടുള്ളത് രേഖപ്പെടുത്തുക. പിംഗലി വെങ്കയ്യ ഡിസൈൻ ചെയ്ത പതാക. പിംഗലി വെങ്കയ്യ ഡിസൈൻ ചെയ്ത പതാക. ഓപ്ഷൻ ബി ആണ് ഉത്തരം, സ്വരാജ് പതാകയാണ്. ഓപ്ഷൻ ബി, സ്വരാജ് പതാക. ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ ഇന്ത്യയുടെ ദേശീയ ചിഹ്നത്തിൽ ഇല്ലാത്തത് എന്ത്? ദേശീയ ചിഹ്നത്തിൽ ഇല്ലാത്തത്. ഓപ്ഷൻ ബി ആണ് ഉത്തരം, പശു. ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് ആരാണ്? ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് ബങ്കിങ് ചന്ദ്ര ചാറ്റർജിയാണ്. ബങ്കിങ് ചന്ദ്ര ചാറ്റർജി. ദേശീയ ഗാനത്തിന്റെ വരികൾ ആദ്യമായി ആലപിച്ച കോൺഗ്രസ് സമ്മേളനം. ദേശീയ ഗാനത്തിന്റെ വരികൾ ആദ്യമായിട്ട് ആലപിച്ച കോൺഗ്രസ് സമ്മേളനം 1911 കൊൽക്കത്ത സമ്മേളനമാണ്. 1911 കൊൽക്കത്ത സമ്മേളനം. ദേശീയ പതാകയോടുള്ള അനാദരവ് 1971 ദേശീയ മാനത്തോടുള്ള അപമാനങ്ങൾ തടയൽ ആക്ട് പ്രകാരം ഡാഷ് വർഷം ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ്. 3 വർഷമാണ്. 3 വർഷം. ദേശീയ പതാകയോടുള്ള അനാദരവ് 1971 ദേശീയ മാനത്തോടുള്ള അപമാനങ്ങൾ തടയൽ ആക്ട് പ്രകാരം 3 വർഷം ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ്. അടുത്ത ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഒരു ഡാഷ് ആണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഒരു നിയമാനുസൃത സ്ഥാപനമാണ്. നിയമാനുസൃത സ്ഥാപനമാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനാകുന്നത് ഡാഷ് ആയി വിരമിച്ച ആളാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനാകുന്നത് ഡാഷ് ആയി വിരമിച്ച ആളാണ്. ആരാണ്? ഓപ്ഷൻ ഡി ആണ്, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അഥവാ സുപ്രീം കോടതി ജഡ്ജിയാണ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അഥവാ സുപ്രീം കോടതി ജഡ്ജി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ നിയമിക്കുന്നതിന് പ്രസിഡന്റ് ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയിൽ ഉൾപ്പെടാത്തത് ആരാണ്? തന്നിരിക്കുന്നു. കേന്ദ്ര നിയമമന്ത്രി, ലോക്സഭാ സ്പീക്കർ, ലോക്സഭ പ്രതിപക്ഷ നേതാവ്, രാജ്യസഭ പ്രതിപക്ഷ നേതാവ്. ഓപ്ഷൻ എ ആണ് വരുന്നത്. കേന്ദ്ര നിയമസഭാ മന്ത്രിയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ നിയമിക്കുന്നതിന് പ്രസിഡന്റ് ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയിൽ ഉൾപ്പെടാത്തത്. ഓപ്ഷൻ എ. അടുത്ത ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനും അംഗങ്ങൾക്കുമുള്ള പ്രായപരിധി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനും അംഗങ്ങൾക്കുമുള്ള പ്രായപരിധി ഓപ്ഷൻ ഡി ആണ്, 70 വയസ്സ്. ഓപ്ഷൻ ഡി, 70 വയസ്സ്. അടുത്ത ചോദ്യം, തെളിയിക്കപ്പെട്ട ദുർനടപ്പോ കഴിവില്ലായ്മയോ കാരണത്താൽ ദേശീയ മനുഷ്യാവകാശ അധ്യക്ഷനെയോ അംഗത്തെയോ പിരിച്ചുവിടുന്നതിന് മുമ്പ് വിഷയം ഇൻക്വയറി നടത്തുന്നതിനായി അയക്കേണ്ടത് സുപ്രീം കോടതിക്കാണ്. സുപ്രീം കോടതിക്ക്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ നിയമിക്കുന്നത് ആരാണ്? ഗവർണറാണ്. ഗവർണർ.
സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗത്തെ പുറത്താക്കാനായിട്ട് അധികാരമുള്ളത്? സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗത്തെ പുറത്താക്കാനായിട്ട് അധികാരമുള്ളത് ആർക്കാണ്? പ്രസിഡന്റിനാണ്. പ്രസിഡന്റ്. വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം. വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം. ഓപ്ഷൻ ബി ആണ് ഉത്തരം, 2005. വിവരാവകാശം എന്നത് പ്രത്യക്ഷത്തിൽ ഒരു പ്രത്യക്ഷത്തിൽ ഒരു നിയമപരമായ അവകാശമാണ്. പ്രത്യക്ഷത്തിൽ ഒരു നിയമപരമായ അവകാശമാണ്. വിവരാവകാശ നിയമപ്രകാരം നൽകേണ്ടതില്ലാത്തത് തന്നിരിക്കുന്നത് എന്തൊക്കെയാണ്? ഫിഡ്യൂഷ്യറി ബന്ധത്തിൽ ഒരാളെ കുറിച്ച് ലഭിച്ച വിവരം, വിദേശ സർക്കാരിൽ നിന്നും ലഭിച്ച വിവരം, വിലക്കപ്പെട്ട വിവരങ്ങളിൽ നിന്നും വേർപെടുത്താവുന്ന അംശങ്ങൾ, ഇവ എല്ലാം. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഇവ എല്ലാമാണ്. വിവരാവകാശ നിയമപ്രകാരം നൽകേണ്ടതില്ലാത്ത കാര്യങ്ങളാണ് ഫിഡ്യൂഷ്യറി ബന്ധത്തിൽ ഒരാളെ കുറിച്ച് ലഭിച്ച വിവരം, വിദേശ സർക്കാരിൽ നിന്ന് ലഭിച്ച വിവരം, വിലക്കപ്പെട്ട വിവരങ്ങളിൽ നിന്നും വേർപെടുത്താവുന്ന അംശങ്ങൾ. അടുത്ത ചോദ്യം, വിവരാവകാശ നിയമ ലംഘനത്തിന് ലഭിക്കാവുന്ന പരമാവധി പിഴ. വിവരാവകാശ നിയമ ലംഘനത്തിന് ലഭിക്കാവുന്ന പരമാവധി പിഴ 25,000 രൂപയാണ്. 25,000 രൂപ. വിവരാവകാശ നിയമപ്രകാരം മൂന്നാമതൊരു കക്ഷിയുടെ വിവരം ഉൾപ്പെടുത്തുന്നില്ല എങ്കിൽ അപേക്ഷിച്ച വിവരം നൽകാൻ പരമാവധി സമയപരിധി അപേക്ഷ ലഭിച്ചത് മുതൽ 30 ദിവസമാണ്. 30 ദിവസം. വിവരാവകാശ നിയമപ്രകാരം ഒന്നാം അപ്പീലിനുള്ള സമയപരിധി. വിവരാവകാശ നിയമപ്രകാരം ഒന്നാം അപ്പീലിനുള്ള സമയപരിധി 30 ദിവസം. വിവരാവകാശ നിയമപ്രകാരം കേരളത്തിൽ അപേക്ഷ നൽകുന്നതിനുള്ള ഫീസ്. വിവരാവകാശ നിയമപ്രകാരം കേരളത്തിൽ അപേക്ഷ നൽകുന്നതിനുള്ള ഫീസ് 10 രൂപയാണ്. 10 രൂപ. വിവരാവകാശ നിയമപ്രകാരം വിവര പരിശോധനയ്ക്ക് ആദ്യത്തെ 1 മണിക്കൂറിനുള്ളിലെങ്കിൽ ഫീസ് എന്താണ്? ഫീസ് ഇല്ല. വിവരാവകാശ നിയമപ്രകാരം വിവര പരിശോധനയ്ക്ക് ആദ്യത്തെ 1 മണിക്കൂറിനുള്ളിലെങ്കിൽ ഫീസ് ഇല്ല. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു മോക്ക് ടെസ്റ്റിലുള്ളത്. കൂടുതൽ പ്രധാനപ്പെട്ട ചോദ്യങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്